എന്നുള്ളത് എപ്പോഴും ഞാനൊരു ഒരു പോളിസിയായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഒരുപാട് ദൂരെ നിന്നാണ് യാത്ര ചെയ്ത് വരുന്നത്. വരുന്ന വഴിക്ക് ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറയിൽ നിന്ന് തിരിയുന്ന വഴിക്ക് ഇങ്ങോട്ടേക്ക് പേട്ട ജംഗ്ഷനിൽ ഒരു ലോറി ഒരു കാറിലേക്ക് മറിഞ്ഞ ഒരു ഈ പിടിച്ചൊരു വിഷയം ഉണ്ടായിട്ട് ഇവിടെ ഫുൾ ബ്ലോക്ക് ചെയ്തിട്ട് വൺ വേ ആയിട്ട് ഞാൻ 3:30 മണിക്ക് എത്തിയതാണ് ഇവിടെ. 1.5 മണിക്കൂറായി ആ ബ്ലോക്കിൽ കടന്നുപോയത് കൊണ്ടാണ് അതിന് ക്ഷമ ചോദിക്കുന്നു. ഈ സിനിമയെ കുറിച്ച് പരിമള ആൻഡ് കോ സിനിമ ഇനി തിയേറ്ററിൽ എത്താനായിട്ട് 4-5 ദിവസങ്ങളാണുള്ളത്. ഇപ്പോഴും എൻ്റെ അടുത്ത് പരിമള ആര് എന്നുള്ളത് ആളുകൾ ചോദിക്കാറുണ്ട്. ഊർവശി മുന്താനെ മുടിച്ച് എന്നുള്ള ഭാഗ്യരാജിന്റെ ചിത്രത്തിൽ പരിമളം എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമായതുകൊണ്ട് തന്നെ ഊർവശി ആയിരിക്കാം പരിമള എന്ന് പലരും അതല്ലേ എന്നോട് ചോദിച്ചു. എന്തായാലും അത് തിയേറ്ററിൽ കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. വലിയ സസ്പെൻസ് ഒന്നുമില്ല എങ്കിൽ പോലും. പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ഒരു ദിവസം ഈ കേരളത്തിലെ കഴിഞ്ഞ ഏകദേശം ഒരു 15-20 ദിവസങ്ങളായി ഞങ്ങൾ ഈ ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ്. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ ഞാൻ പല ഭാഷകളായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പരിമള ആൻഡ് കോയെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അല്ല, ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് പാണ്ഡ്യരാജ് എന്നുള്ള ഡയറക്ടർ തന്നെയാണ്. ഓരോ സിനിമകളും വ്യത്യസ്തമാക്കണം എന്ന് ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും നിങ്ങൾ എടുത്തു നോക്കിയാൽ ഫസ്റ്റ് തൊട്ട് സിംഗം തൊട്ട് തലവിധോ എല്ലാ സിനിമകളും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സിനിമകളായിരിക്കും. അങ്ങനെയാണ് അദ്ദേഹം ഈ സിനിമയുടെ തിരക്കഥ ഏകദേശം കുറച്ച് മുമ്പ് എഴുതി വെച്ചതാണ്. അദ്ദേഹം സൂര്യ വെച്ചാൽ തോന്നുന്നു അടുത്ത സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതിലേക്ക് ഞാനും ഊർവശിയും എത്തിപ്പെടുകയും ചെയ്തത് വളരെ അതിശയമായിട്ടാണ്. ഈ സിനിമയെ കുറിച്ച് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇതിന്റെ തിരക്കഥ തന്നെയാണ്. വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ട് നമ്മൾ 80-90 കാലഘട്ടങ്ങളിൽ ഞാനും ഊർവശിയൊക്കെ മലയാളത്തിൽ ചെയ്തിട്ടുള്ള രസകരമായിട്ടുള്ള ചില സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ഒരു സിനിമ തന്നെയാണ് പരിമള ആൻഡ് കോ. അതിലേക്ക് അടുത്ത എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് 10-20 വർഷങ്ങൾക്ക് ശേഷം ഊർവശിയായിട്ട് ഒരുമിച്ചൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഊർവശിക്കും അത് വളരെ ഒരു ത്രില്ലിംഗായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് സന്തോഷം. ഇതിനിടയ്ക്ക് പഞ്ചതന്ത്രം പോലെയുള്ള സിനിമകൾ തമിഴിൽ ചെയ്തു, ഒരു ആന്തോളജി മൂവി ചെയ്തു പുത്തൻ പുതുക്കാല്. പക്ഷെ അതിനേക്കാളൊക്കെ നായകനും നായികയുമായിട്ട് തന്നെ 10-20 വർഷത്തിന് ശേഷമാണ് സിനിമ ചെയ്യുന്നത്. അതിന്റെ ഒരു ത്രില്ല് ഞങ്ങൾക്ക് 2 പേർക്കുണ്ടായിരുന്നു. അത് മാക്സിമം പാണ്ഡ്യരാജ് സർ യൂട്ടിലൈസ് ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കും ക്യാമറ ഓപ്പൺ ചെയ്ത് വെച്ച് ഞങ്ങൾക്ക് അത് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ സീനും രാവിലെ വായിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ സഞ്ജന, അനന്തിക, മറ്റു ഊർവശി, ഞാൻ എല്ലാവരും ബാക്കി കൂടെ അഭിനയിക്കുന്ന മിഷ്കിൻ സാർ, ഒരു മാസ്റ്റർ എന്നെ 4 ദിവസം മുമ്പ് മാസ്റ്റർ രണ്ടാമതൊരു ഡാൻസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഇന്ന രീതിയിൽ അതിനുള്ള ഫുൾ സ്വാതന്ത്ര്യം അദ്ദേഹം തരും. അദ്ദേഹം ചെയ്തു നോക്കിയ ശേഷം എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം അത് കറക്റ്റ് ചെയ്യുക. അല്ലാതെ ഞാൻ എഴുതി വെച്ച പോലെ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധപ്പെടുത്തി ഞങ്ങളെ കൊണ്ട് അഭിനയിച്ചിട്ടില്ല. ഒരുപാട് എൻജോയ് ചെയ്ത ഒരു സിനിമയായിരുന്നു. ഒരുപാട് ഞങ്ങൾ എല്ലാവരും ഇത്രയും എൻജോയ് ചെയ്ത് ഇത്രയും ചിരിച്ച് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഊർവശി ഓരോ റിയാക്ഷനുകളും തന്നെയാണ്. പലപ്പോഴും ഞാൻ തന്നെ ആണ് ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ തലവേദനയായിട്ടുള്ളത്. പണ്ടും അതെ, ഊർവശിയുടെ പല റിയാക്ഷനും ഞാൻ ചിരിച്ച് ഒരുപാട് ടേക്കുകൾ മലയാളത്തിൽ വരാറുണ്ട്. അത് തന്നെ എപ്പോഴും സംഭവിച്ചത് 10 ടേക്ക് 12 ടേക്ക് കഴിയുമ്പോൾ വളരെ സാർ ഞാൻ സോറി പറയും. എനിക്കത് നേരിട്ട് അതിങ്ങനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ചിരി കാണാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് രസകരമായ ദിവസങ്ങൾ 10-40 ദിവസം അതിന്റെ ഒരു റിഫ്ലക്ഷൻ തിയേറ്ററിൽ കിട്ടും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഒരുപാട് മറ്റേതൊന്നും പറയുന്നില്ല. ഇത് കോടികളുടെ സിനിമ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമ, 100 കോടി സിനിമ അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമ എങ്ങനെയാണ് കാരണം ഒന്നും ഞങ്ങൾക്ക് അവകാശപ്പെടാനില്ല. ഒരു 2 മണിക്കൂർ ഫാമിലി എല്ലാവരുമായിട്ട്
അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ, കുട്ടികളെ ഒക്കെ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അവർ വന്ന് തിയേറ്ററിൽ എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് തമാശകളും കുറച്ച് സസ്പെൻസും കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള സിനിമ പരിമളാൻകോ. അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ 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 സന്തോഷമായിട്ടുള്ള കാര്യമാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. அந்த கேரக்டர் என்ன മനസ്സിൽ വന്നതില്ലേ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ജയറാമേട്ട. സംസാരിച്ചില്ല. എന്താ ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഇത് ആരാ പറഞ്ഞത്? നീ ആ നിൽക്കുന്ന ആള്, രണ്ട് മക്കളിൽ ഒരാള് അനന്തിക. യെസ്. സോ അന്തിക, ഇപ്പോ അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അച്ഛനോട് ഇത്രയും നാൾ ഷൂട്ടിന്റെ സമയത്തോ അല്ലെങ്കിൽ ഇന്റർവ്യൂസിലോ ഒന്നും പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് പറയാൻ ഒരു കാര്യം പറഞ്ഞ് എന്ത് പറയും? ഞാൻ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സാറ് ഞാൻ പറഞ്ഞു സാർ പണ്ട് ആദ്യം കളിച്ചില്ല, എനിക്ക് സാറിന് ആദ്യം ചേട്ടനെ കൊണ്ടുപോകാനെങ്കിലും നമ്മൾ ആനയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ കുറെ കേട്ടേക്കുന്നത്. സാർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ. എനിക്ക് മാത്രമോ? അങ്ങനെയല്ല, ബാബു നമ്പൂരി സാറിന് ആനയുണ്ട്, ഗണേശൻ ആനയുണ്ട്, സുരേഷ് ഗോപി ആനയെ നടക്കിരുത്തിയിട്ടുണ്ട് ഗുരുവായൂര്. അതാണ്